الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ റഹ്മാനെ. നമ്മുടെ ദുനിയാവും ആഖിറവും നീ സലാമത്താക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ കിടാവിനെ സ്വീകരിക്കുന്ന ആ ഒരു തുടക്കമാണെന്നാണ് പറഞ്ഞു വെച്ചത്. ഹലീമ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ കാണുന്ന സമയത്ത് കസ്തൂരിയുടെ സുഗന്ധം അടിച്ചു വീശിരുന്നു എന്നാണ് പറഞ്ഞു വെച്ചത് അല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഗത്ത് കസ്തൂരിയുടെ മണം, സുഗന്ധം അടിച്ചു വീശുന്നുണ്ടായിരുന്നു. അതേപോലെ കിടാവിൻ്റെ ചന്തം കണ്ടപ്പോൾ, ഭംഗി കണ്ടപ്പോൾ എനിക്ക് വിളിച്ചുണർത്താൻ തോന്നിയില്ല. എനിക്ക് വിളിച്ചുണർത്താൻ സമാധാനമായില്ല. അങ്ങനെ ഞാൻ മല്ല കിടാവിൻ്റെ നെഞ്ചിൽ കൈവച്ചപ്പോൾ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചോണ്ടുണ്ടു, പുഞ്ചിരിച്ചോണ്ടുണ്ടു. ഏതോ 8 നാളെ ചെറിയ ആ മുല കൊടുക്കുന്ന സമയം കിടാവ് എൻ്റെ നോക്കിയിട്ട് ചിരിച്ചോണ്ടുണ്ടു. അങ്ങനെയാണ് ആ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിച്ചോണ്ടുണ്ടു. ആ ഹബീബിൻ്റെ 2 കണ്ണിട്ട് ഒരു പ്രകാശം പുറത്തു വന്നിട്ട് ആകാശം മേൽഭാഗത്തേക്ക് പൊന്തി വന്നിട്ട് റസൂലുള്ളാന്റെ 2 കണ്ണിൽ പ്രകാശം ആകാശലോകത്തേക്ക് ഉയരുന്നത് ഞാൻ കണ്ടു. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ 2 കണ്ണിൽ പ്രകാശം പുറത്തു വന്നിട്ട് അത് മേൽഭാഗത്തിലേക്ക് അത് പോണ്ടതിനാണ് കണ്ടേ. അങ്ങനെ ഹലീമ ബീബി റളിയല്ലാഹു തആല ചൊല്ലെ, ഞാൻ കിടാവിൻ്റെ 2 കണ്ണുകൾക്കിടയിൽ ഞാൻ ചുംബിച്ചു, മുത്തം കൊടുത്തു. കിടാവിൻ്റെ ഹബീബായ മുത്തുനബിൻ്റെ ആ 2 കണ്ണിലേക്ക് ഞാൻ ചുംബിച്ചു, മുത്തം കൊടുത്തു. എന്നിട്ട് മുല കൊടുക്കാൻ വേണ്ടി എൻ്റെ മാറിടത്തിലേക്ക്, അഥവാ മുലപ്പാൽ കൊടുക്കാൻ വേണ്ടി എൻ്റെ മടിയിൽ ഇരുത്തി. അങ്ങനെ വലത്തെ ഭാഗത്തുള്ള ആ മുലപ്പാൽ കുടിച്ചു. അങ്ങനെ ഹബീബായ മുത്തുനബിക്ക് ഇടഭാഗത്തുള്ള ആ മാറിടത്തിലേക്ക് മുല കൊടുക്കാൻ വേണ്ടി ഞാൻ മുല കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കിടാവ് ഇടത്തെ ഭാഗത്തെ മുല കുടിക്കുന്നില്ല. വലഭാഗത്തെ മാറിടത്തിൽ മാത്രമാണ് മുല കുടിച്ചത്. ഇടഭാഗത്തുള്ള മുല കുടിക്കാൻ വേണ്ടി ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കുമ്പോൾ കുടിക്കുന്നില്ല, മാറി നിന്നു. അങ്ങനെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തേ വലഭാഗത്തുള്ള മുല മാത്രം കുടിക്കാനുള്ള കാരണം എന്ത്? അവിടെയും ഹബീബായ മുത്തുനബിൻ്റെ ഒരു നീതിയാണ്. കാരണം ആരുണ്ട്? ഹലീമ ബീവിൻ്റെ കൂടെ ലംറത്ത് ചെന്നൊരു കിടാവുണ്ട്. അപ്പൊ എല്ലാ മുലപ്പാടും കുടിച്ചു തീർത്താൽ ആ കിടാവിന് മുല വേണ്ടേ? അതുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, അഅലമഹുല്ലാഹു തആല അന്ന ലഹു ശരീകൻ ഫഅൽഹമഹുൽ അദ്ല. അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു മുത്തുനബിക്ക്, ആ ചെറിയ കിടാവാകുന്ന മുത്തുനബിക്ക് അള്ളാഹു അറിയിച്ചു കൊടുത്തു, അന്ന ലഹു ശരീകൻ, മുത്തുനബിക്ക് ഒരു കൂറുകാരനുണ്ട്. മുത്തുനബിക്ക് നിങ്ങളെപ്പോലെയുള്ള മുല കൊടുക്കുന്ന ഒരു കിടാവുണ്ട്. അതുകൊണ്ട് ഫഅൽഹമഹുൽ അദ്ല, അവിടെയും നീതി. ആ കിടാവിനും മുല വേണം. എല്ലാം മുല പൊടിച്ച് തീർത്താൽ ആ കിടാവ് പട്ടിണിയാകൂലേ എന്ന് അള്ളാഹു അവിടെ നീതി കാണിക്കാൻ വേണ്ടി അവിടെയും മുത്തുനബിക്ക് എന്താക്കി, ഒരു കൂട്ടുകാരനുണ്ട് എന്ന് അറിയിച്ചു കൊടുത്തു എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അങ്ങനെ ഹലീമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഞാൻ കഴുതപ്പുറത്തിരുന്ന് അള്ളാഹുവിൻ്റെ റസൂലിനെ എടുത്ത് കഴുതയുടെ മേലെ ഞാൻ ഇരുന്ന്, ആ കഴുത സഞ്ചരിക്കുമ്പോൾ കഴുത പളക്ക പറഞ്ഞ ആ കറ്റ ഉണ്ടല്ലേ, അത് സംസാരിച്ചൊരു വിഷയമാണ് പിന്നീട് പറയുന്നത്. ആരോട് സംസാരിച്ചത്? അതാ ആമിന ബീബി റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്നിട്ട് ഹലീമ ബീബി റളിയല്ലാഹുവിന് കുട്ടിയും കൊണ്ട് പോകുന്ന സമയത്ത് തൻ്റെ കഴുത, തൻ്റെ ആ കത്ത എന്താക്കി, വരുമ്പത്തേക്ക് ഭാര്യ സ്പീഡ് ഇല്ലാണ്ട് ഭാര്യ പിറവരുന്നു. ആ കഴുത സ്പീഡായിട്ട് നടന്നു പോകുമ്പോ ആ ഹലീമ ബീവിൻ്റെ കൂട്ടുകാർ ഒട്ടിയെന്ന് കേട്ടാറ്, വല്ലാഹി ഇന്നലി ശഅനൻ സുമ്മ ശഅന, അങ്ങ് ചൊന്നാറ്,
ഓ ഹലീമ ബീബി, എന്തോ ഒരു അത്ഭുതമുണ്ട്, എന്തോ ഒരു അത്ഭുതം ഇവിടെ നടന്നുകൊണ്ടുണ്ട്. എന്തേ? ബറുമ്പത്തേക്ക് നിന്റെ കത്തിയും നിന്റെ വാഹനങ്ങളും നിന്റെ ഒട്ടകങ്ങളും എല്ലാം ബറുമ്പത്ത് ഭാരി സ്ലോ ആയിട്ട് വന്നു. ഇപ്പൊ എല്ലാത്തിനെയും മതികടന്നുകൊണ്ട് സ്പീഡായിട്ട് പോണ്ടു. ഈ കൂട്ടുകാർ ചൊല്ലുമ്പോഴത്തേക്ക് എന്തോ ഒരു അത്ഭുതമുണ്ട് എന്ന് ചൊല്ലുമ്പോഴത്തേക്ക് ആ കത്തയാണ് മറുപടി കൊടുക്കുന്നത്, വല്ലാഹി, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നലി ശഅനൻ സുമ്മ ശഅന, എനിക്ക് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല. ഞാൻ ഒരിക്കൽ മരിച്ചിട്ട് രണ്ടാമത് ഹയാത്തായതാണ് എന്ന് പറഞ്ഞാൽ, കുടിക്കാൻ തണ്ണി ഇല്ലാതെ, ഭക്ഷണമില്ലാതെ ഭാരി പ്രയാസത്തിലായിരുന്നു ഞാൻ. എനിക്ക് നടക്കാൻ സാധിക്കുമായിരുന്നില്ല. നിങ്ങളെപ്പോലെ സ്പീഡായിട്ട് ഓടാൻ എനിക്കുള്ള ആ കഴിവ് ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അങ്ങനല്ല. നിങ്ങളെ എല്ലാ വാഹനങ്ങളെക്കാളും നിങ്ങളെ എല്ലാ മൃഗത്തിനേക്കാളും സ്പീഡായിട്ട് നടക്കാനുള്ള കഴിവ് അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. അത്ഭുതമുണ്ട്. വല്ലാഹി ഇന്നലി സഅനൻ സുമ്മ സഅന, സാധാരണ അത്ഭുതമല്ല, പിന്നെയും ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഓ ബനൂ സഅദ് ഗോത്രത്തിലുള്ള പെണ്ണുങ്ങളെ, നിങ്ങൾ നഷ്ടക്കാരാണ്, നിങ്ങൾക്ക് നഷ്ടമാണ്. വൈഹകുന്ന യാ നിസാ ബനീ സഅദ്, ഓ ബനീ സഅദ് നാട്ടിലുള്ള പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് നഷ്ടമാണ്. എന്തേ? എൻ്റെ ശരീരത്തിലുള്ളോ, എൻ്റെ മുതുകിൻ്റെ മേൽ, എൻ്റെ പുറത്തിൻ്റെ മേലുള്ള ആളാര് കൊന്തുണ്ട? നിങ്ങൾ യത്തീമും ചൊല്ലിട്ട് വേണ്ട വേണ്ട എന്ന് തിരസ്കരിച്ചവരല്ലേ നിങ്ങൾ. ഹൽ തദ്രീന മൻ അലാ ലഹ്രി, എൻ്റെ മുതുവിൻ്റെ മേലെ, എൻ്റെ പുറത്തിൻ്റെ മേലെ ഉള്ള ആരെന്ന് കൊന്തുണ്ട? ആ മൃഗമാണ് ഹബീബായ മുത്തുനബിന്റെ മൗലിദ് ഓതി കൊടുക്കുന്നത്. ഹബീബായ മുത്തുനബിന്റെ മഹത്വം ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അലാ ലഹ്രി ഖിയാറുൻ നബിയീന വസയ്യിദുൽ മുർസലീന വഖൈറുൽ അവ്വലീന വൽ ആഖിരീന വഹബീബു റബ്ബിൽ ആലമീൻ. ആര് മനുഷ്യന്മാരുടെ അല്ല. ആ കഥ സംസാരിക്കുന്നത്, ഓ ബനൂ സഅദ് ഗോത്രത്തിലുള്ള പെണ്ണുങ്ങളെ, നിങ്ങൾ എല്ലാവരും നഷ്ടക്കാരാണ്. നിങ്ങ മക്കയിൽ പോയിട്ട് മുല കൊടുക്കാൻ വേണ്ടി, ഓരോ കിടാവിനെ സ്വീകരിക്കാൻ വേണ്ടി ഓരോ കിടാവിൻ്റെ അടുത്തേക്ക് നിങ്ങൾ നടന്നു പോയി. അതാ മുഹമ്മദ് എന്ന് പറയുന്ന ആ കുട്ടിനെ കാണുമ്പോൾ യതീമാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തിരസ്കരിച്ച്, നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞു. നിങ്ങൾ നഷ്ടക്കാരാണ്. കാരണം എന്ത്? എൻ്റെ മുതുവിലുള്ള ആളാരാണെന്നറിയുമോ? ഖിയാറുൻ നബീൻ, എല്ലാ നബിമാരെക്കാളും ഖൈറായ നബി. 1,24,000 നബിമാരുണ്ട്. ആ നബിമാരെക്കാളും ഖൈറായ നബിയാണ് എൻ്റെ മുതുവിലുള്ളത്. വസയ്യിദുൽ മുർസലീൻ, എല്ലാ മുർസലിങ്ങളുടെ നേതാവും, എല്ലാ അംബിയ മുർസലിങ്ങളുടെ നേതാവും. വഖൈറുൽ അവ്വലീന വൽ ആഖിരീൻ, അവ്വലീങ്ങളിൽ വെച്ചിട്ടും വൽ ആഖിരീന, ഇനി ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുമാരിൽ വെച്ചിട്ടും ഏറ്റവും ഖൈറായ നേതാവാണ് എൻ്റെ മുതുവിലുള്ളത്. പിന്നെ അത്ഭുതമില്ലാണ്ടിരിക്കുമോ? പിന്നെ പറയുന്നു വഹബീബു റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിൻ്റെ ഹബീബാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് മുത്തുനബിന്റെ മഹത്വം. ഇവിടെ മൃഗങ്ങൾ മുത്തുനബിന്റെ മഹത്വങ്ങൾ പറഞ്ഞു, പക്ഷികൾ പറഞ്ഞു. ആ ചോരക്കിടാവാകുന്ന സമയത്ത് പോലും സ്വന്തം ആ കഴുത പറയുന്നത്, എൻ്റെ മുതുവിലുള്ള ആള് നബിമാരിൽ വെച്ച് ഖൈറായ ആളാണ്, മുർസലീങ്ങൾക്കുള്ള നേതാവാണ്. അതാ മുൻകഴിഞ്ഞ ആളുമാരിൽ വെച്ചിട്ടും ഇനി വരാൻ പോകുന്ന ആളുമാരിൽ വെച്ചിട്ടും ഖൈറായ ആളാണ്. വഹബീബ് റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ ഹബീബാണ് എൻ്റെ മുതുവിലുള്ളത്. പിന്നെ നീ എന്ത് മനസ്സിലാക്കിനി? അത്ഭുതം തന്നെയാണ് എന്ന് ആ കഴുത എന്താക്കുന്നു? സംസാരിക്കുന്നു. കഴുതകൾ ഒരുപാട് സംസാരിച്ച ചരിത്രങ്ങളുണ്ട്. ഖൈബർ യുദ്ധത്തിൽ ഒരു കഴുത സംസാരിച്ചില്ലേ? ചൊല്ലുക പോയി വലിയൊരു വിഷയമായിട്ട് സമയം കിട്ടുമ്പോൾ ചെല്ലാം. ഖൈബർ യുദ്ധത്തിൽ ഒരു കഴുത സംസാരിച്ചിട്ടുണ്ട്. അതിന് വലിയ ചരിത്രമാണ്. പക്ഷെ അതൊക്കെ പിന്നെ സമയം കിട്ടി ഞാൻ പറയാം. അതേപോലെ തീർന്നിട്ടില്ല. ഈ കഴുത ഇപ്പോൾ സംസാരിച്ച വിഷയമാണ് പറഞ്ഞത്.
ഇനി ഈ കഴുത സുജൂദ് ചെയ്തൊരു വിഷയമുണ്ട്. ഇതേ കഴുത അതും ആമിന ബീവി റളിയല്ലാഹു തആല ചൊല്ലു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ സ്വീകരിച്ചിട്ട് മടങ്ങുമ്പോൾ തിരിച്ചു പോകുമ്പോൾ ഒരു അത്ഭുത സംഭവം ഉണ്ടായിട്ട്, ഞാൻ കിടാവിനെടുത്ത് ആ കത്തയുടെ മേലെ ആ കഴുതന്റെ മേലെ ഇരുന്നപ്പോ സുബ്ഹാനല്ലാഹ് ത്വായിഫിലേക്ക് മുന്നിട്ടിരുന്ന കഴുത നേരെ കഅബയുടെ ഭാഗത്തിലേക്ക് തിരിഞ്ഞു. ഞാൻ ഇരുന്നിട്ടുണ്ട്, എൻ്റെ മടിത്തട്ടിൽ ഹബീബായ മുത്തുനബിയുണ്ട്. ത്വായിഫിലേക്ക് പോകേണ്ട ഞങ്ങള്, മുഖമിട്ട ഞങ്ങള്, ആ കഴുത നേരെ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു. എന്നിട്ട് അതാ അവിടെ വെച്ച് സുജൂദ് ചെയ്തു. അത് അള്ളാഹുവിലേക്ക് സുജൂദ് ചെയ്തു. ബഹുമാനപ്പെട്ട ഹലീമ ഉമർ റളിയല്ലാഹു അൻഹ ചൊല്ലു, കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് 3 പ്രാവശ്യം സുജൂദ് ചെയ്തു. എന്നിട്ട് ആകാശത്തിലേക്ക് തല ഉയർത്തുന്നത് ഞാൻ കണ്ടു. ഹലീമ ബീവി ചൊല്ലേ, വഖദ് സജദത് നഹ്വൽ കഅബതി 3 സജദാത്തിൻ. കഅബ ശരീഫിന്റെ ഭാഗത്തിലേക്ക് ആ കഴുത തിരുകയും 3 വട്ടം സുജൂദ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് അതിന്റെ തലനെ സുജൂദാക്കിയിട്ട് അതിന് പിന്നെ അതിന്റെ തലനെ ആകാശഭാഗത്തേക്ക് എന്താക്കി ഉയർത്തിയെന്ന്. അപ്പോൾ ഒരുപാട് അത്ഭുതങ്ങൾ ആ ചെറിയ കിടാവിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിനെ ആദരിച്ചുകൊണ്ട് ലോകത്തേക്ക് അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ബനു സഅദിലേക്ക്, ആ ഗോത്രത്തിലേക്ക്, ആ നാട്ടിലേക്ക് ഹബീബായ മുത്തുനബി എത്തുകയാണ്. ഇന്നും ചെറിയ ചെറിയ പുരകൾ അവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ റസൂല് അവിടുന്ന് ആ കുട്ടിക്കാലത്ത് നടന്നു പോയ ആ സ്ഥലങ്ങളൊക്കെ ഇന്നും ത്വായിഫിൽ ആ ബനു സഅദിലേക്ക് പോയാൽ കാണാൻ കഴിയും. ഇനി കുട്ടിയെ കൊല്ലാൻ വേണ്ടി ജൂതന്മാർ ഒരു പ്ലാൻ ഇട്ട ഒരു വിഷയമാണ്. ഇൻഷാ അള്ളാഹ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അർഹമുർറാഹിമായ അള്ളാഹുവേ, ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണം റഹ്മാനെ, നീ കബൂലാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്തുകൊണ്ട്, പരിശുദ്ധമായ റബീഉ മാസത്തിന്റെ ബറക്കത്തുകൊണ്ട്, പള്ളിയുടെ ബറക്കത്തുകൊണ്ട്, സുബഹി നിസ്കാരത്തിന്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ അഫൂ ചെയ്യണേ റഹ്മാനേ. ഞങ്ങളെ ഖൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. നാഫിയായ ഇൽമു പഠിക്കുവാനും പഠിച്ചതുപോലെ അമൽ ചെയ്യുവാൻ, അത് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ മഈശത്തിന് വേണ്ടി ഞങ്ങൾ അധ്വാനിക്കുന്ന അധ്വാനത്തിലും ബാണിയത്തിലും പണിയും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ കടങ്ങളെ നീ തീർക്കണേ അല്ലാഹ്. ഹലാലായ സമ്പത്ത് ഞങ്ങൾക്ക് നീ ധാരാളം തരണേ റഹ്മാനെ. 10 പൈസ പോലും ബാക്കി വെച്ച് ഞങ്ങളാരെയും നീ മരിപ്പിക്കല്ല അല്ലാഹ്. കൊടുക്കാനുള്ള ഹക്കുകൾ മുഴുവനും സമയമാകുമ്പോൾ കൊടുത്തു വീടാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കണം അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണം അല്ലാഹ്. ഈമാനോടെ തഖ്വയോടെ ജീവിച്ച് 5 വക്ത് നിസ്കാരം അദാആയി നിസ്കരിച്ച് മരിക്കുന്ന സമയത്ത് ഹബീബായ മുത്തുനബിന്റെ ശറഫാക്കപ്പെട്ട പൂമുഖം കണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ്.